ഒരു 1.5 മണിക്കൂർ തീർക്കേണ്ട ഒരു മൂവിനെ നല്ല രീതിക്ക് തന്നെ സ്ട്രെച്ച് ചെയ്ത് ആ ഒരു 2.5 മണിക്കൂറാക്കി ആ ഒരു എൻ്റയർ മൂവിയുടെ ഫീൽ തന്നെ ഇല്ലാതാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല ഫാസ്റ്റ് പേസ് ആയിട്ട് ക്യാരക്ടേഴ്സും വേൾഡ് ബിൽഡും അവർ കണ്ടന്റ് ഒക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഇൻട്രോൽ പഞ്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ മെയിൻ കണ്ടന്റ് റിവീൽ ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും ഇല്ല പറയാനായിട്ട്. സോ ആ ഒരു ടൈമിൽ ഈ കാണിച്ച കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റിൽ ഇങ്ങനെ ലൂപ്പ് പോലെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ആവശ്യമില്ല. ആ ഒരു റിവീലിംഗ് പോയിന്റ് കഴിഞ്ഞ സിനിമ അങ്ങ് എൻഡ് ചെയ്യണം. അല്ലാതെ ഒരു സീക്വൻസ് തന്നെ ഇങ്ങനെ ലൂപ്പാട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എങ്ങനെയെങ്കിലൊക്കെ തീർന്നാൽ മതിയായിരുന്നു. ആ ഒരു ഫീൽ തന്നൊരു മൂവിയായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു അടിപൊളി റിവെഞ്ച് മൂവി ആകേണ്ട സിനിമയായിരുന്നു കൊണ്ടൽ. സോ മൂവിയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫിഷിംഗ് ബോട്ട്, ആ ഒരു ഫിഷിംഗ് ബോട്ടിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു എക്സിക്യൂഷൻ പാറ്റേണും അല്ലെങ്കിൽ ആ ഒരു എഡിറ്റിംഗ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ അതുപോലെ വന്നിരുന്നെങ്കിൽ നമ്മൾ സിനിമ കണ്ട് പുറത്തിറക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടിയേനെ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ ഈ സിനിമ മടുത്തു തുടങ്ങും. പക്ഷേ ഒരു അറ്റംപ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് തന്നെ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 80% ഓഫ് മൂവി കടലിലാണ്. ആ ഒരു ഫിഷിംഗ് ബോട്ടും ആ ഒരു കടലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് ആ ഒരു കടലുമായിട്ടൊക്കെ നല്ല രീതിയിൽ കണക്ട് ആവും. കാരണം എൻ്റയർ മൂവി ഇങ്ങനെ ആ ഒരു എന്താ പറയുക സറൗണ്ടിങ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഏരിയ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ നമുക്ക് നല്ല രീതിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു എൻ്റയർ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും ആ ഒരു CG വർക്ക് ചില സ്ഥലത്തങ്ങ് നല്ല രീതിക്ക് വർക്കായില്ല. ചില പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചൊരു ഫീൽ ആയിരുന്നു. പക്ഷെ ആ ഒരു കടലിലുള്ള സീക്വൻസും അല്ലെങ്കിൽ ആ ഒരു ചില എന്താ പറയുക നമ്മൾ മലയാള സിനിമയിൽ അധികം കാണാത്ത കുറെ പോർഷൻസ് ഒക്കെ അവർ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ പെപ്പെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പഞ്ചാണ്. ആ ഒരു ഇടി എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിയേറ്ററിൽ കൂലിക്കും ആ ലെവൽ ഇടിയാണ് പെപ്പയുടെ എന്ന് പറയുന്നത്. പെപ്പയുടെ മുമ്പത്തെ മൂവീസൊക്കെ അത് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ആ ഒരു പെപ്പയുടെ പഞ്ചിനൊന്നും നമുക്ക് ഒരു ഫീൽ കിട്ടുന്നില്ല. ഒരു എൻ്റയർ മൂവി അതുപോലെ തന്നെയാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഇല്ലാത്ത പോലെയൊക്കെയാണ് തോന്നി. കാരണം പെപ്പയുടെ ഇടിക്കുന്ന ഒരു പഞ്ചില്ല അല്ലെങ്കിൽ ഒരു ഫീൽ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഫൈറ്റ് പോലെയാണ് എനിക്ക് എൻ്റയർ മൂവിലുള്ള എല്ലാ സീക്വൻസും ഫീൽ ആയത്. ആൻഡ് മറ്റുള്ള ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ രാജ്വി ഷെട്ടി ആൻഡ് ഡാൻസിങ് റോസ്. രാജ്വി ഷെട്ടി എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടറും കൂടിയാണ്. സോ പുള്ളിക്കാരൻ്റെ ഒരു മൂവിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു സ്ക്രീൻ ടൈം നല്ല രീതിക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഒരു ക്യാരക്ടർ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൂപ്പർ ചെയ്താൽ തന്നെ പൊളിയായിരിക്കുന്ന ഒരു ഫീൽ വേണം. ഈ ഒരു സിനിമയിൽ രണ്ടുമില്ല. ഈ ഒരു ക്യാരക്ടർ ആർക്കും വേണോ ചെയ്യാം. ആൻഡ് സ്ക്രീൻ ടൈമും ഒരു അധികമൊന്നുമില്ല. ഒരു ക്യാമിയോ റോളാണ്, ഏകദേശം ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. രാജ്വി ഷെട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ടർബോയിലാണെങ്കിൽ പോലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം രാജ്വി ഷെട്ടിയിൽ ആര് വന്നാലും ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് രാജ്വി ഷെട്ടി ചെയ്താൽ തന്നെ അത്ര പൊളിയാക്കും എന്നുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ ആ ഒരു എൻ്റയർ മൂവിയിൽ പുള്ളിക്കാരൻ വില്ലൻ ആയതുകൊണ്ട് തന്നെ ഫുൾ മൂവി അയാൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു നൈസ് ആയിരുന്നു കണ്ടിരിക്കുക. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ഒരു ആക്ടറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ആൻഡ് ഡാൻസിങ് റോസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. ഈ ഒരു മൂവി എനിക്ക് അത്രയ്ക്കും വർക്കായില്ല എന്നും പറഞ്ഞ് അത്ര ബോറെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു പഞ്ചും ഫീലും ആ സെക്കൻഡ് ഹാഫിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്കും വർക്കായില്ല. അത്രേ ഉള്ളൂ. ഒരു പ്രോപ്പറായിട്ടുള്ള എഡിറ്റിങ്ങും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സീക്വൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു ഔട്ട് ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആരേണ്ട ഒരു മൂവി ആയിരുന്നു. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.